Hi students, നമ്മുടെ CUET മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, f of x is equal to x square minus k plus 2 into k plus 2k divided by x minus 2 when x not equal to 2 and when x is equal to 2 the function value is 2. The value of k that f of x continues at x is equal to 2. നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് x tends to 2 f of x എന്ന് പറയുന്ന x square minus k plus 2 into അത് x ആണ് കേട്ടോ plus 2k divided by x minus 2 is equal to limit കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലോപ്പിറ്റൽസ് റൂൾ 2 into x minus k plus 2 divided by 1 is equal to എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് 2 എക്സിൻ്റെ ലിമിറ്റ് കൊടുത്തില്ല ലിമിറ്റ് x tends to 2 അവർ പറഞ്ഞിട്ടുണ്ട് സോ 4 minus k minus 2 is equal to 2 എന്ന് കിട്ടും ഓർ 2 minus k is equal to 2 എന്ന് കിട്ടും k is equal to 0 എന്ന് കിട്ടും 0 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 2 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എവരിവെയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒബ്വിയസ്ലി ഈ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എവരിവെയർ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം ഗ്രാഫിൽ നിന്നും f of x is equal to x square minus x plus 5 and g of x is equal to f inverse x then the value of g dash of 7 നമുക്ക് തന്നിരിക്കുന്നത് g of x is equal to f inverse of x എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് g of f of x is equal to x എന്ന് കാണാം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ g dash of f of x into f dash of x is equal to 1 എന്ന് കിട്ടും നമുക്ക് g dash of 7 കിട്ടണം g dash of 7 കിട്ടാനായിട്ട് f of x is equal to 7 കൊടുക്കണം f of x is equal to 7 കൊടുത്താൽ x square minus x plus 5 is equal to 7 കൊടുക്കാം സോ x square minus x minus 5 2 അല്ലേ minus 2 is equal to 0 കിട്ടും ആഡ് ചെയ്യുമ്പോൾ മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടുന്നത് ഇത് x minus 2 into x plus 1 is equal to 0 ആയ സോ x equal to 2 അല്ലെങ്കിൽ x is equal to minus 1 എന്ന് കിട്ടും അപ്പം നമുക്ക് x is equal to 2 ഇട്ട് കൊടുത്താൽ g dash of f of 2 into f dash of 2 is equal to 1 ആണ് g dash of f of 2 എന്ന് പറയുന്നത് എത്ര പിള്ളേരെ f of 2 എന്ന് പറയുന്നത് 7 ആണ് അല്ലേ 7 into f dash of 2 f dash of x എന്ന് പറയുന്നത് 2x minus 1 ആണ് 2 into 2 minus 1 എന്ന് കിട്ടും that is equal to 4 minus 1 3 എന്ന് കിട്ടും 3 is equal to 1 so g dash of 7 is equal to 1 by 3 എന്ന് കിട്ടും 1 by 3 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ് ഓക്കെ ഈ 1 ഇട്ട് കൊടുത്താലും നമുക്കത് കിട്ടുമായിരിക്കും 1 ഇട്ട് കൊടുത്താലും മതി കേട്ടോ 1 ഇട്ട് കൊടുത്താൽ പക്ഷേ ഓപ്ഷനിൽ ആൻസർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല 1 അല്ല -1 ഓക്കെ -1 കൊടുത്താലും സെയിം ആൻസർ തന്നെയാണ് 2 plus 1 3 തന്നെയാണ് അതെ അടുത്ത് Question number 4, the rate of change of the area of a circle with respect to its radius at r is equal to 6. Area എന്ന് പറയുന്നത് pi r square ആണ്. So dA divided by with respect to radius dr pi into 2r എന്ന് വരും. That is pi into 2 into 6. That is equal to 12 pi എന്ന് കിട്ടും. 12 pi എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2. അടുത്ത ചോദ്യം. y is equal to x cube minus ax square plus 48x plus 7 is an increasing function for all real value of x. Then a lies in dy by dx greater than 0 implies x cube minus ax square dy by dx എന്ന് പറയുന്ന ഡെറിവേറ്റീവ് അല്ലേ എഴുതേണ്ടത് 3x square minus 2ax plus 48 greater than 0 നമുക്കൊരു 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ x square minus 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 3 പോസിറ്റീവാണ് ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയിരിക്കണം ദാറ്റ് ഇംപ്ലൈസ് b square 4a square minus 4 into 3 into 48 less than 0 ആയിരിക്കണം സോ a square minus 3 into 48 less than 0 ആണ് സോ a square less than 3 into 48നെ നമുക്ക് 16 into 3 into 16 എന്ന് വിളിക്കാം സോ a should be less than or a lies in ഓപ്പൺ 4 into 3 12 അല്ലേ -12 -12 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 നോ കറക്ഷൻസ് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 6 x plus y is equal to 12 then the minimum value of x square plus y square f of x is equal to x square plus y ക്ക് പകരം നമുക്ക് 12 minus x the whole square എന്ന് വിളിക്കാം so f dash x is equal to 0 implies 2x minus 2 into 12 minus x is equal to into -1 അല്ലേ is equal to 0 so 2x ഇത് പ്ലസ് ആയിരുന്നു കേട്ടോ ഞാൻ മൈനസ് അപ്പുറത്ത് ഇട്ടു -24 plus 2x is equal to 0 or 4x is equal to 24 എന്ന് കിട്ടും x is equal to
6 4 24 എക്സ് ഇസിക്കൽ 6 എന്ന് കിട്ടും. 6 ഇട്ട് കൊടുത്താൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ 36 പ്ലസ് 5 എന്ന് പറയുന്നത് 12 മൈനസ് എക്സ് 6 സ്ക്വയർ 36 എന്ന് കിട്ടും. 36 പ്ലസ് 36 എന്ന് പറയുന്നത് 72 എന്നാണ് കിട്ടുന്നത്. 72 ആൻസർ ഓപ്ഷൻ 3, നോ കറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. 2 fair dice are thrown. The probability that both show an even number. രണ്ടെണ്ണത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 6 × 6 36 ആണ്. ഫേവറബിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് 3 ഈവനും അപ്പുറത്ത് 3 ഈവനും 9 ആണ്. സോ 9/36 1/4 കിട്ടും. 1/4 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 4. Okay, no correction. അടുത്ത ക്വസ്റ്റ്യൻ. A purse contains 4 copper coins, 3 silver coins, and the second purse contains 6 copper coins and 2 silver coins. A coin is taken out of any purse. The probability that it is a copper coin. അതായത് ഫസ്റ്റ് ചൂസ് ചെയ്യാം, കോപ്പർ കോയിൻ എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ചൂസ് ചെയ്യാം, കോപ്പർ കോയിൻ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 2 2/7 പ്ലസ് 3 ആണ് 3/8. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 2 16 പ്ലസ് 7 3 21 ഡിവൈഡഡ് 7 56 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 37 ഡിവൈഡഡ് 56. 37/56 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3. അടുത്ത ചോദ്യം 9. A 3 person A, B, C are simultaneously shooting a target. Their chances are 1/2, 2/3, 3/4 respectively of hitting the target. What is the chance that exactly one of them hit the target? 1/2 ഹിറ്റ് ചെയ്യാം, 1 - 2/3 ഇൻറ്റു 1 - 3/4 എടുക്കാം, അല്ലെങ്കിൽ 1 - 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 1 - 3/4 എടുക്കാം, അല്ലെങ്കിൽ 1/2 ഇൻറ്റു 1 - 1/2 ഇൻറ്റു 1 - 2/3 ഇൻറ്റു 3/4 എഴുതാം. ശരിയല്ലേ? ആരെങ്കിലും ഒരാളെ ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 1/4 പ്ലസ് 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 1/4 പ്ലസ് 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 3/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 2 6 6 4 24 1 പ്ലസ് 2 പ്ലസ് 3 3 2 5 1 6 6/24 1/4 എന്ന് കിട്ടും. 1/4 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ്. നോ കറക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. It is given that events A and B are such that P of A is equal to 1/4, P of A given B is equal to 1/2, P of B given A is equal to 2/3, then P of B. P of A given B is equal to P of A intersection B divided by P of B. That is equal to 1/2. P of A എന്ന് പറയുന്നത് 1/4. So P of B given A is equal to P of B intersection A divided by P of A. That is equal to 2/3 എന്നവർ തന്നിട്ടുണ്ട്. P of A നമുക്കറിയാം. സോ P of B intersection A is equal to 2/3 ഇൻറ്റു 1/4 അപ്പുറത്തേക്ക് ഉണ്ടാവും. ദാറ്റ് is equal to 1/6 എന്ന് കിട്ടും. സോ P of A intersection B എന്ന് പറയുന്നത് 1/6 ആണ്. സോ 1/6 ഡിവൈഡഡ് ബൈ P of B is equal to 1/2 എന്ന് വരും. സോ P of B is equal to 2 ഇൻറ്റു 1/6, ദാറ്റ് is equal to 1/3 എന്ന് വരും. 1/3 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3. നോ കറക്ഷൻസ്. അടുത്ത ചോദ്യം. Question number 11. A is equal to I minus 2j plus 3k. B is a vector such that A dot B is equal to mod B square and A minus B is equal to √7. So magnitude of A minus B the whole square is equal to 7 തരും. That is magnitude of A square plus magnitude of B square minus 2A dot B is equal to 7 വരും. magnitude of A square എന്ന് പറയുന്നത് magnitude of A എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വളരെ. റൂട്ട് ഓഫ് 1 plus 4 plus 9 9 4 13 14 റൂട്ട് 14 കിട്ടും. So this is 14 plus magnitude of B square minus 2 into what is A dot B magnitude of B square is equal to 7 എന്ന് കിട്ടും. So minus magnitude of B square is equal to minus 7 എന്ന് കിട്ടും. magnitude of B square is equal to 7 എന്ന് കിട്ടും. So magnitude of B is equal to √7. അടുത്ത ചോദ്യം. Question number 12. A dot I is equal to A dot I plus J is equal to A dot I plus J plus K is equal to 1. Then A is equal to obviously it's I ഇട്ട് കൊടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. എല്ലാം 1 കിട്ടുകയാണെങ്കിൽ I ആയിരിക്കണം. അടുത്തത്. The possession vectors of A, B, C are 1 1 1 1 5 minus 1 2 3 5. Then the greatest angle. അത് ചുമ്മാ ഒരു ചോയ്സ് എടുത്ത് നോക്കാം. ഇത് A ആണ് 1 1 1, B 1 5 minus 1, C 2 3 5 എന്നെടുത്താൽ ഈ ഡിസ്റ്റൻസ് എ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് 3 minus 1 4 plus 5 minus 1 4 16 റൂട്ട് 21 എന്ന് കിട്ടും. എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0 പ്ലസ്
416 പ്ലസ് 4 എന്ന് കിട്ടും. ദറ്റ് ഈസ് റൂട്ട് 20 എന്ന് കിട്ടും. ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൈനസ് 1 1 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 1 6 36 റൂട്ട് 41 എന്ന് കിട്ടും. ഇത് ആക്ച്വലി എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 21 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 41 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ ദ ലാർജസ്റ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ഒബ്വിയസ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്. നമുക്ക് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് എടുക്കാനായിട്ട് എൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് -2 - 4 എന്ന് പറയുന്നത് -6i പ്ലസ് 1 - 3 എന്ന് പറയുന്നത് -2j പ്ലസ് -8 - 5 എന്ന് പറയുന്നത് -3k. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ 36 പ്ലസ് 4 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. സോ 6/7 2/7 3/7 എഴുതിയാൽ മതി. മൈനസ് ഇടണമെന്നില്ല. ഡയറക്ഷൻ കൊസൈൻസ് മൊത്തത്തിൻ്റെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ 15. ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ എ 4 5 - 1 ആൻഡ് ബി 5 1 - 3. അപ്പോൾ അതിനകത്ത് പോയിന്റ് നമുക്ക് കിട്ടി 4 5 - 1. പാരലൽ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് ബി എന്നല്ലേ വിളിക്കുന്നത്. പാരലൽ വെക്ടർ എന്ന് പറയുന്നത് 5 - 4 i പ്ലസ് 1 - 5 -4j പ്ലസ് -3 - 1 എന്ന് പറയുന്നത് -2k. സോ നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ 4i പ്ലസ് 5j മൈനസ് k പ്ലസ് ലാംഡ ഇൻറ്റു i മൈനസ് 4j മൈനസ് 2k. 4i പ്ലസ് 5j മൈനസ് k പ്ലസ് ലാംഡ ഇൻറ്റു i മൈനസ് 4j മൈനസ് 2k എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. മിനിമം ഓഫ് x, x² കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ഇതാണ് നമ്മുടെ y = x എന്ന് പറയുന്ന ഗ്രാഫ്. ഇതിൽ നമ്മൾ y = x² അതിനോട് ചേർത്ത് വരച്ച് കൊടുക്കണം. മിനിമം മാർക്ക് ചെയ്യാനായിട്ട് ലോവർ പോർഷൻസ്, ഇതല്ലല്ലോ ലോവർ പോർഷൻ. ഇവിടുത്തെ ലോവർ പോർഷൻസ് ഇത് ഇവിടെ വരെ വന്നതിന് ശേഷം പിന്നത്തെ ലോവർ പോർഷൻസ് ഇത്, പിന്നെ ഇങ്ങനെ. ഇതാണ് നമ്മുടെ മിനിമം ഫംഗ്ഷൻ. ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഷാർപ്പ് എഡ്ജ് വരുമ്പോഴാണ്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. നമുക്കറിയാം ഇത് 1 ആണ്, കാരണം 1-ലാണ് y = x എന്ന് പറയുന്ന ലൈനല്ലേ. y = x എന്ന് പറയുന്നത് 1 1-ലാണല്ലോ. ഇതിപ്പോൾ 1-ലാണ്. ഇപ്പോൾ 2 പോയിന്റ്, ഒന്ന് 0-ഉം ഒന്ന് 1-ഉം. നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ട് 0 ആൻഡ് 1. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ f of x? കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. x-ന് 1 കൊടുത്താൽ ഇത് e കിട്ടും. ഇവിടെ x-ന് 1 കൊടുത്താൽ ഇത് 1 കിട്ടും. ഇത് കണ്ടിന്യൂസ് അല്ല, ശരിയല്ല. നോട്ട് കണ്ടിന്യൂസ്, ഹെൻസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 1. സിമ്പിൾ. അടുത്ത ക്വസ്റ്റൻ നമ്പർ 18. f of x = ax plus 3 where x less than or equal to 2 and x² x minus 1 when x greater than 2. നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 2 ഇട്ട് കൊടുത്താൽ 2a പ്ലസ് 3 എന്ന് കിട്ടും. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ 2a² മൈനസ് 1 എന്ന് കിട്ടും. സോ 2a പ്ലസ് 3 ഈസ് ഈക്വൽ ടു 2a² മൈനസ് 1 ആണ്. സോ 2a² മൈനസ് 2 മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ a², ഇറ്റ്സ് 2a. ഓക്കെ, a² മൈനസ് a മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 കിട്ടും. ദറ്റ് ഈസ് a മൈനസ് 2 ഇൻറ്റു a പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. a ഈസ് ഈക്വൽ ടു 2 ആകാം, അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു മൈനസ് 1 ആകാം. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റൻ നമ്പർ 19. f of x is a real valued function such that f dash x is equal to f of x and f of 0 is equal to 0. Then which of the following is true for f of x? അതായത് f dash x is equal to f of x ആവണമെങ്കിൽ f of x എന്ന് പറയുന്നത് e⁻x ആയിരിക്കണം, ശരിയല്ലേ? e⁻x ആയാൽ പോലെ നമുക്ക് k ഇൻറ്റു e⁻x എന്ന് എഴുതാം. k e⁻x ആയിരിക്കണം. f of 0 0 ആണല്ലോ. f of 0 is equal to 0 implies k ഇൻറ്റു e⁻0 is equal to 0 implies k എത്രയാ? 0 ആണ്. സോ അപ്പോൾ f of x എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? e⁻x തന്നെ കിട്ടും. e⁻x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എവരിവെയർ ആണ്. നമുക്ക് f of log 5 എന്ന് നോക്കാം. f of log 5 എന്ന് പറയുന്നത് e⁻log 5 ആണ്. e⁻log 5 എന്ന് പറയുന്നത് log മീ ക്യാൻസൽ ആയി പോയിട്ട് 5 എന്ന് കിട്ടും. ദറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നമ്പർ 20. log മോഡുലസ് എക്സ്. നമുക്കത് വരയ്ക്കാം. log എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമല്ലോ. log എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ് log എക്സിൻ്റെ ഗ്രാഫ്. മോഡുലസ് എടുത്താൽ ഇത് ഇങ്ങനെയും കൂടെ ഇരിക്കും. സോ ഇത് 1-ൽ -1-ൽ 0-ൽ ഈ 3 പോയിന്റിൽ എന്തല്ല കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. 0-ൽ മാത്രം കണ്ടിന്യൂസ് അല്ല. സോ കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് 0. ആൻസർ ഓപ്ഷൻ 4. 21. ഇത് GIV ഫംഗ്ഷൻ ആണല്ലോ. GIV ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു
ഇൻറ്റീജറാണ്. സോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ടാൻ പൈ എന്ന് പറയുന്നത് ടാൻ എൻ പൈ ഈസ് ഈക്വൽ ടു 0 ഫോർ എൻ ബിലോങ്സ് ടു സെഡ്. ശരിയല്ലേ? സോ ഇത് മൊത്തത്തിൽ എന്ത് വരും? 0 എന്ന് വരും. 0 ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് ആണ്. സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 4 റൈസ് ടു എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ ദാറ്റ് ഇസ് k by 2 for x is equal to 0. The value for k such that f of x is continuous everywhere. Continuous ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് x tends to 0 f of x that is x into 4 raised to x minus x divided by 2x square കണ്ടുപിടിക്കണം. that is equal to limit x tends to 0. x കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ 4 raised to x minus 1 divided by 2x എന്ന് കിട്ടും. that is equal to limit x tends to 0. 4 raised to x ൻ്റെ ഡെറിവേറ്റീവ് 4 raised to x into log 4 divided by 2 into 1 ആണ്. that is equal to x ന് 0 കൊടുത്താൽ 4 raised to 0 1 ആണ്. log 4 എന്ന് പറയുന്നത് 2 log 2 എന്ന് കിട്ടും. that is log 2 എന്ന് കിട്ടും. കാരണം താഴത്തെ 2 ആയിട്ട് കട്ടായി പോകും. log 2 എന്നാണ് കിട്ടുന്നത്. സോ k by 2 is equal to log 2 എന്ന് കിട്ടും. k by 2 is equal to log 2 എന്ന് കിട്ടും. സോ k is equal to 2 log 2 എന്നാണ് എനിക്ക് കിട്ടുന്നത്. 2 log 2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ്. നോ ചേഞ്ച്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 1 കിട്ടും. ലിമിറ്റ് 3 ഇട്ട് കൊടുത്ത നോക്കിയതിന് ശേഷം സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇതിനകത്ത് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ ഡിവൈഡർ ബൈ സൈൻ എ പ്ലസ് വൈ എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കോഷ്യൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ഡിവൈഡർ ബൈ സൈൻ എന്ന് കിട്ടും. നമുക്ക് കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സിനെ ഒരു തീറ്റ എന്ന് വിളിച്ചാൽ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് എന്ന് വരും. ഇതാണ് തീറ്റ എങ്കിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ആണ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 റൂട്ട് 2 എന്ന് കിട്ടും. ശരിയല്ലേ? സോ നമുക്ക് സൈൻ ഇൻവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡർ ബൈ 2 എന്ന് കിട്ടും. സോ നമുക്ക് ഇതിന് പകരം ഡി ബൈ ഡി എക്സ് ഇത് കൊടുക്കുമ്പോഴത്തേന് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡർ ബൈ 2 ആണ് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. ശരിയല്ലേ? ഇതിനകത്ത് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ഉണ്ടല്ലോ. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഡിവൈഡർ ബൈ 4 കിട്ടും. ഓക്കെ, താഴെ റൂട്ട് 2 ആയിരുന്നു. റൂട്ട് 2 ആയിരുന്നു. റൂട്ട് 2 ആയതുകൊണ്ട് ഇത് 1 മൈനസ് എക്സ് ഡിവൈഡർ ബൈ 2 വരും. ഇപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 1/2. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് റൈസ് ടു എൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ജി ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ജി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 കിട്ടും. സോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് അല്ലേ വേണ്ട. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/f ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ 1 പ്ലസ് ജി ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ കിട്ടും. 1 പ്ലസ് ജി ഓഫ് എക്സ് ദ ഹോൾ റൈസ് എന്ന് പറയുന്നത് ഇല്ല ഇവിടെ. ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, 27. y is equal to f of x is an even function. f dash of x 0 exists, then f dash of 0 is equal to simply 0 ആണ്. കാരണം വെച്ചാൽ ഈ എക്സ് സ്ക്വയർ കൊടുത്താൽ തന്നെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. x is equal to 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The tangent to the curve x square plus y square is equal to 25 is parallel to 3x minus 4y is equal to 7 at the point. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 25 ആണ്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഒന്ന് കണ്ടുപിടിക്കാം. 2x പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസിക്കൽ 0 എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസിക്കൽ ടു മൈനസ് എക്സ് ബൈ വൈ എന്ന് കിട്ടും. അത് ആക്ച്വലി ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -3/-4 ദാറ്റ് ഇസിക്കൽ ടു 3/4 എന്ന് കിട്ടും. ദാറ്റ് ഇസിക്കൽ ടു 3/4 എന്ന് കിട്ടും. 3/4 സാറ്റിസ്ഫൈ ചെയ്യുന്നത് എക്സ് ഇസിക്കൽ ടു -3 വൈ ഇസിക്കൽ ടു 4 എക്സ് ഇസിക്കൽ ടു എക്സ് ഇസിക്കൽ ടു 3 വൈ ഇസിക്കൽ ടു -4 കൊടുക്കുക. അത് -4 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. The acceleration of a moving particle whose space-time equation is given by s is equal to 3t square plus 2t minus 5. നമുക്ക് ds by dt കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും. ദാറ്റ് ഈസ് 6t plus 2 ആൻഡ് dv by dt എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്സിലറേഷൻ. ദാറ്റ് ഈസ് equal to d square s by dt square. ദാറ്റ് ഈസ് equal to 6 എന്ന് കിട്ടും. 6 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30. The velocity of a particle is proportional to the cube of the time. So v is equal to kt cube എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If the velocity after 2 seconds is 4 meter per second, v is equal to 4.
വെൻ ടി ഈസ് ഈക്വൽ ടു 2. സോ വിക്ക് 4 കൊടുക്കുമ്പോഴത്തേനും കെ ഇൻറ്റു ടി ക്യൂബ് എന്ന് പറയുന്ന 8 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് കെ ഈസ് ഈക്വൽ ടു 1/2. സോ വി ഈസ് ഈക്വൽ ടു 1/2 ടി ക്യൂബ് എന്ന് കിട്ടും. സോ ഡി വി ബൈ ഡി ടി ആണ് നമ്മുടെ ആക്സിലറേഷൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ടി ക്യൂബ് എന്ന് പറയുന്നത് 3t² ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3 ഇൻറ്റു t² എന്ന് പറയുന്നത് 4 കിട്ടും, കാരണം ടൈം 2 ആണ്. രണ്ടും ക്യാൻസൽ ആയി 2 കിട്ടും, 6 എന്ന് കിട്ടും. 6 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 31. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് ജസ്റ്റ് dy by dx. dy by dx is equal to 0 minus 2x. At x is equal to 0, that is equal to 0. Option 1. ഓക്കെ, അടുത്ത ചോദ്യം. സോ dy by dx is equal to കോഷ്യൻ റൂൾ അപ്ലൈ ആണ് അല്ലേ. ഇവിടെ പിള്ളേർ ഇത് നമുക്ക് y is equal to സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം എഴുതിയാലോ. y is equal to 1 minus 2x plus x square divided by x square ആണ്. ദാറ്റ് ഇസ് 1 by x square minus 2 by x plus 1 എന്ന് കിട്ടും. സോ dy by dx എന്ന് പറയുന്നത് 1 by x square ഡെറിവേറ്റീവ് മൈനസ് 1 by x raised to 4 ആണ്. ഇൻറ്റു 2x ഉണ്ട്, മൈനസ് 2 ഇൻറ്റു 1 by x ഡെറിവേറ്റീവ് മൈനസ് 1 by x square ആണ്, പ്ലസ് 0 കിട്ടും. എക്സും എക്സും ക്യാൻസൽ ആയിപ്പോട്ട് എക്സ് ക്യൂബ് മൈനസ് 2 by x ക്യൂബ് പ്ലസ് 2 by x square എന്ന് കിട്ടും. മൈനസ് 2 by x ക്യൂബ് പ്ലസ് 2 by x square എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 34. f of x is equal to 3x minus 4 when x 0 less or equal to x less or equal to 2 and 2x plus lambda when 2 less than x less or equal to 3. f of x continues at 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊടുത്താൽ 6 minus 4 is equal to 4 plus lambda എന്ന് കിട്ടും. സോ ലാംഡ ഈസ് ഈക്വൽ ടു ഈ 4 കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 6 minus 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. -2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. A fair die is tossed once. The probability that either an even number or 3 will appear. ഈവൻ നമ്പർ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, പിന്നെ 3. 4/6. 4/6 എന്ന് പറയുന്നത് 2/3. ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ചോദ്യം 35. A box contains 10 green, 20 red, 30 yellow and 40 orange marbles. One marble is drawn from the box at random. The probability that this marble will be neither green nor orange. ഗ്രീൻ ആകാൻ പാടില്ല, ഓറഞ്ച് ആകാൻ പാടില്ല. അപ്പോൾ ബാക്കി എത്രയാണ്? 20, 30, 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര? 20, 10, 30, 30, 60, 4, 100. സോ 1/2. 1/2 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 2. അടുത്ത ചോദ്യം. An urn contains 9 red, 7 white and 4 black balls. Out of them, one is drawn at random. The probability that ball drawn will be red or black. റെഡ്, ബ്ലാക്ക്. 9, 4, 13 അല്ലേ? 13 ഡിവൈഡഡ് ബൈ 13 വഴി 20. 13/20 കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 4. അടുത്ത ചോദ്യം 37. The angle between A and B is 5/6 and the projection of A in the direction of B, that is A dot B divided by magnitude of B അല്ലേ, equal to -6 divided by √3 ആണ്. A dot B എന്ന് പറയുന്നത് magnitude of A, magnitude of B cos 30 by magnitude of B is equal to 60 അല്ല 30 ആണ്, by √3 കിട്ടും. B ക്യാൻസൽ ആയിപ്പോൾ magnitude of A into cos 30 എന്ന് പറയുന്നത് √3/2 is equal to -6 by √3 എന്ന് കിട്ടും. സോ 2 അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 3/3 3 കിട്ടും. ദറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A is equal to 4 എന്ന് കിട്ടും. ഓപ്ഷൻ 4. അടുത്ത ചോദ്യം നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് A plus B plus C the whole square എടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A square plus മാഗ്നിറ്റ്യൂഡ് ഓഫ് B square plus magnitude of C square plus 2 into A dot B plus B dot C plus A dot C is equal to A dot C എന്ന് കിട്ടും. ഇത്രയും പോർഷൻ 0 ആണ്, കാരണം A is perpendicular to B plus C, that is A dot B plus A dot C 0 ആണ്, and B is perpendicular to C dot A, C plus, that is B dot C plus A dot B is equal to 0 ആണ്. അപ്പോൾ അടുത്തും കൂടെ ആകുമ്പോഴത്തേനും 3 ആടിയുമ്പോഴത്തേനും ഈ ടേം 0 ആയിപ്പോൾ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് A square 9 plus 16 plus 25 50 എന്ന് കിട്ടും. 50ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5√2 എന്നാണ്. ഓക്കെ, സിമ്പിൾ ചോദ്യം. അടുത്ത 39. പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാൽ ഓപ്ഷൻ A കിട്ടും. ലാംഡ എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഓഫ് A ഓൺ B, ദാറ്റ് ഈസ് A ഡോട്ട് B ഡിവൈഡഡ് ബൈ മോഡ് B ഡിവൈഡഡ് ബൈ A ഡോട്ട് B ഡിവൈഡഡ് ബൈ മോഡ് A. A ഡോട്ട് B ക്യാൻസൽ ആയിപ്പോയാൽ മോഡ് A ഡിവൈഡഡ് ബൈ മോഡ് B കിട്ടും. ദാറ്റ് ഈസ് 7/3. സിമ്പിൾ. അടുത്ത ചോദ്യം സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അല്ലേ. A പ്ലസ് B, B പ്ലസ് C, A പ്ലസ് B പ്ലസ് C, ദാറ്റ് ഈസ് ഈക്വൽ ടു A പ്ലസ് B സ്പ്ലിറ്റ് ചെയ്താൽ A പ്ലസ് B, B പ്ലസ് C, A പ്ലസ് B കിട്ടും, പ്ലസ് A പ്ലസ് B, B പ്ലസ് C, C. ഇത് ക്യാൻസൽ ആയിപ്പോൾ സെയിം വരുന്നു. A, B പ്ലസ് C, C പ്ലസ് B,
ബി പ്ലസ് സി സി ദാറ്റ് ഈക്വൽ ടു എ ബി സി അതൊരെണ്ണം കിട്ടും. രണ്ടാമത്തെ ക്യാൻസലായി പോവും, എ സി സി ക്യാൻസലായി പോവും, പ്ലസ് ബി ബി സി ക്യാൻസലായി പോവും, ബി സി സി ക്യാൻസലായി പോവും. സോ ബോക്സ് എ ബി സി മാത്രം വരും, ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് സെയിം ഇതും സ്കെയിലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ്. എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് 3ABC കിട്ടും. അടുത്ത ചോദ്യം, പിള്ളേർ എ പ്ലസ് ടി ബി എടുക്കുക. എ പ്ലസ് ടി ബി എന്ന് പറയുന്നത് 2 മൈനസ് ടി ഐ പ്ലസ് 2 പ്ലസ് 2TJ പ്ലസ് 4 പ്ലസ് TK. സി എന്ന് പറയുന്നത് 3I പ്ലസ് 0 പ്ലസ് ജെ പ്ലസ് 0K. ഇത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 6 മൈനസ് 3T പ്ലസ് 2 പ്ലസ് 2T സീക്വൽ ടു 0 എന്ന് കിട്ടും. 2T മൈനസ് ടി മൈനസ് ടി സീക്വൽ ടു -8 എന്ന് കിട്ടും. ടി സീക്വൽ ടു 8 എന്ന് കിട്ടും, ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ചോദ്യം, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ ഇൻ ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി പെർപെൻഡിക്കുലർ ടു എ. ഇത് നൺ ഓഫ് ദിസ് ആണ്. അത് രണ്ടും എയോട് പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. 1 × 2 1 × 3 ഇതും പോസിറ്റീവാണ്, പെർപെൻഡിക്കുലർ അല്ല. എയോട് പറഞ്ഞാൽ -1 × 1 എന്ന് പറയുന്നത് -1 കിട്ടും, 1 × 2 എന്ന് പറയുന്നത് 2 കിട്ടും, -1 × 1 എന്ന് പറയുന്നത് -1 കിട്ടും. ശരി, അന്നേരം ഇത് ക്യാൻസലായി പോകുന്നുണ്ട്, ശരിയല്ലേ? ഇൻ ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കോപ്ലാനർ ആണോ എന്ന് നമുക്ക് നോക്കാം. ഐ ജെ മൈനസ് കെ സോറി കോപ്ലാനർ 1 1 -1 1 -1 0 എ ബി മാത്രമേ ഉള്ളൂ. -1 2 1 പക്ഷേ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നോൺ സീറോ ആണ്. അപ്പോൾ പിന്നെ കോപ്ലാനർ അല്ലല്ലോ. നിങ്ങളത് കൺഫേം ചെയ്ത് നോക്കണേ. ഇത് ഞാൻ നോക്കിയപ്പോഴത്തേനും ഇത് 1 × -1 -0 ഇത് -1 കിട്ടി. -1 × 1 -0 ഇത് -1 കിട്ടി. -1 × 2 -1 ഇത് 1 കിട്ടി. ഇത് 0 അല്ലല്ലോ. 0 അല്ലാത്തടത്തോളം കാലം കോപ്ലാനർ അല്ല. അപ്പം നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. 45 ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എ റേസ്റ്റ് 4 × വെക്ടർ ബി അല്ലേ. അടുത്ത 46 ഇത് ബോക്സ് എ ബി സി ദ ഹോൾ സ്ക്വയർ ആണ്. കോപ്ലാനർ ആയതുകൊണ്ട് തന്നെ ബോക്സ് എ ബി സി 0 ആണ്. സോ ആൻസർ 0. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47 ദ വാല്യൂ ഓഫ് കെ സച്ച് ദീസ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ x - 1/3 നമുക്കെല്ലാം സെയിം ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് 0 കൊടുക്കാം. സ്റ്റാൻഡേർഡ് ഫോമിലാണ് എല്ലാം കിടക്കുന്നത്. -3 × -3 എന്ന് പറയുന്നത് -9K പ്ലസ് 2 × 1 എന്ന് പറയുന്നത് 2K പ്ലസ് 2 × -5 എന്ന് പറയുന്നത് -10 സീക്വൽ ടു 0 ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് പെർപെൻഡിക്കുലർ അല്ലേ പിള്ളേരെ? അതെ. സോ -9 + 2 എന്ന് പറയുന്നത് -7K സീക്വൽ ടു 10 എന്ന് കിട്ടും. സോ K ഈസ് ഈക്വൽ ടു 10/-7 ദറ്റ് ഈസ് -10/7 ഓപ്ഷൻ 1. അടുത്ത ചോദ്യം 48 ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ത്രൂ ദ പോയിന്റ് 2 1 -1 ആൻഡ് -1 3 4 ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ദിസ് ഇസ് ഗിവൺ ബൈ. നമുക്കൊരു പോയിന്റ് അവർ തന്നിട്ടുണ്ട്. ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ ചേർത്തുള്ളത് 2 - 1 എന്ന് പറയുന്നത് 3I 1 - 3 എന്ന് പറയുന്നത് -2J -5K. രണ്ടാമത്തെ വെക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ വെക്ടർ നമ്മുടെ പ്ലെയിൻ്റെ വെക്ടർ I -2J + 4K. നമ്മുടെ റിക്വയർഡ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം IJK, കാരണം രണ്ടും പാരലാണ്. 3 - 2 -5 1 - 2 4 ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ I × -8 -5 2 10 -J × 12 + 5 പ്ലസ് K × -6 + 2 അതായത് -18I പ്ലസ് 17J പ്ലസ് അല്ല -17J -4K. സോ നമുക്ക് ആൻസർ എഴുതുമ്പോഴത്തേനും 18 × -18 × x - 2 -17 × y - 1 -4 × z + 1 = 0 എന്ന് കൊടുക്കാം. 18 10 28 7 35 35 4 39 18 10 28 28 7 this is -18x plus 36 -17y plus 17 -4z -4 = 0. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് ആൻസർ ഓപ്ഷൻ 1 കിട്ടും. ഓക്കെ, 49 ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻ കണ്ടുപിടിക്കാനായിട്ട് cos θ = ഡോട്ട് പ്രൊഡക്റ്റ് 2 × 1 2 പ്ലസ് -1 × 1 എന്ന് പറയുന്നത് -1 പ്ലസ് 1 × 2 എന്ന് പറയുന്നത് 2 √√A.B അല്ലേ. 4 + 1 + 1
4 1 5 1 6 ഇൻറ്റു റൂട്ട് ഓഫ് 1 4 1 5 1 6 റൂട്ട് 6ൻ്റെ 2 2 4 4 മൈനസ് 1 പറയുന്നത് 3 ഡിവൈഡർ ബൈ 6 1/2 കിട്ടും. കോസിൻ്റെ എത്രയാണ്? കോസ് 60 അല്ലേ പിള്ളേരെ? 1/2 ദാറ്റ് ഈസ് π/3. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 50 അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫീസിബിൾ റീജിയൻ ഓഫ് ആൻ LPP ഇത് തന്നിട്ടുണ്ട്. മിനിമം വാല്യൂ ഓഫ് ഇസഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കോർണർ പോയിന്റ് ഈ പോയിന്റ് ഇതിൽ എക്സിന് 0 കൊടുത്താൽ മതി അല്ലേ? ഇതിൽ എക്സിന് 0 കൊടുത്താൽ 0,5 എന്ന് കിട്ടും. പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് എക്സിന് 0 കൊടുത്താൽ മതി 0,3 എന്ന് കിട്ടും. പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും സോൾവ് ചെയ്താൽ മതി. ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ 3y - 5 എന്ന് പറയുന്നത് 2y = 4 എന്ന് കിട്ടും. y = 2 എന്ന് കിട്ടും. y-ക്ക് 2 കൊടുത്താൽ x 3യും കിട്ടും. സോ നമുക്ക് ആ പോയിന്റുകൾ അതിനകത്ത് ഇട്ട് കൊടുത്താൽ ഇസഡിനകത്ത് ഇട്ട് കൊടുത്താൽ ആദ്യത്തെ പോയിന്റ് 0,5, രണ്ടാമത്തെ പോയിന്റ് 0,3, മൂന്നാമത്തെ പോയിന്റ് 3,2 ഇസഡിനകത്ത് ഇട്ട് കൊടുക്കണം. 0,5 ഇട്ട് കൊടുത്താൽ 7 5 35 എന്ന് കിട്ടും. 0,3 ഇട്ട് കൊടുത്താൽ 33 കിട്ടും. ഇതാണെങ്കിൽ 11 3 33 പ്ലസ് 7 2 14 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 33 43. ഇത് വലിയ നമ്പറാണ്. ഇത് 33 അല്ല, 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേന് 7 × 3 അല്ലേ? 7 × 3 പറയുന്നത് 21. ശരിയല്ലേ? സോ ചെറുത് 21 ആണ്. ആൻസർ ഓപ്ഷൻ 1 കിട്ടും. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.